ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത്. ചെറിയ ചെറിയ തിരക്കുകളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നേ. അപ്പോൾ ഷോർട്ട് വീഡിയോസൊക്കെയാണ് ഇട്ടിരുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു ചെടിത്തോട്ടമൊക്കെ കാണിച്ചു തരാം എൻ്റെ അമ്മയുടെയും നാത്തൂൻ്റെയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ, താഴത്ത് അടുക്കളയുടെ ഭാഗത്തുള്ളതാണ് കേട്ടോ ഈ തോട്ടം. അപ്പോൾ ഇത് പൊട്ടുവെള്ളരിയാണേ. അപ്പോൾ പൊട്ടുവെള്ളരി ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒപ്പം തന്നെയാണ് കേട്ടോ കയ്പ പടർന്ന് കയറിയിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇതിലൊരു പൊട്ടുവെള്ളരി ഉണ്ടായിട്ടുണ്ടേ. അതാ ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഇവിടെയാണ് കേട്ടോ പൊട്ടുവെള്ളരി. സൂക്ഷിച്ച് നോക്കി നോക്കുക, കണ്ടോ? അതാ ഇത്രയ്ക്കും വന്നതാണ് കേട്ടോ ആയിരിക്കണത്. അപ്പോൾ ഇതിനു മുന്നേ ടെറസിലുണ്ടായിരുന്നു ഒരു പൊട്ടുവെള്ളരി, നാത്തൂൻ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെടികളും പച്ചക്കറികളൊക്കെ നട്ടിട്ട് അതിൽ നിന്നുണ്ടാവുന്ന ആ ഒരു അത് എത്രയോ ചെറുതായാലും അതൊന്ന് നമ്മൾ സ്വയം അത് പൊട്ടിച്ച് അതെടുക്കുമ്പോൾ തന്നെയായിരിക്കുമല്ലേ, നമുക്കത് കഴിച്ചില്ലെങ്കിലും വേണ്ട, അതിനൊരു ഭയങ്കര ഒരു തൃപ്തി തന്നെയാണല്ലേ. ചെറുതായിട്ട് ഇങ്ങനെ ചട്ടികളിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് വരണല്ലേ, ആയിക്കൊണ്ടിരിക്കുകയാണ്, വലിപ്പം വയ്ക്കുന്ന ഉള്ളൂ. പിന്നെ കുറച്ച് ഇലച്ചെടികളും അങ്ങനെ ആയിട്ട് താഴത്ത് ഉള്ളതാണ് കേട്ടോ. അത് അടുക്കള വശത്ത്, അതായത് അടുക്കളത്തോട്ടം. പിന്നെ ഉള്ളത് ഇതാ ഈ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ. നമ്മളുടെ വീട് വലിയ വീടൊന്നുമല്ല, അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് പോകുന്ന ടെറസ് തന്നെ ഉണ്ടാവുള്ളൂല്ലോ. അപ്പോൾ അത്രയും പോകുന്ന ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ ഇതൊക്കെ മുകളിലത്തെ കാര്യങ്ങളൊക്കെ ബ്രദറിൻ്റെ വൈഫ്, അതായത് എൻ്റെ നാത്തു തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം അമ്മയ്ക്ക് അങ്ങനെ കോണി കയറാനും ഇറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ ആൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. പയറുകളാണ്, പയർ ചെടികൾ ഇങ്ങനെ ഗ്രോ ബാഗിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വലയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ആൾ. അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് കയറി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ കുറേയൊക്കെ ഇങ്ങനെ പോട്ടുകളിലാണ് കേട്ടോ ആക്കി വെച്ചിട്ടുള്ളത്. ഞാൻ അടുത്ത് വന്ന് കാണിക്കാം കേട്ടോ. ഇതേപോലെ ഗ്രോ ബാഗിൽ. പിന്നെ അപ്പുറത്ത് നിൽക്കണ തെങ്ങിൻ്റെ ചൂടായ കാരണം ഞാൻ അധികം അങ്ങോട്ട് പോകണില്ല. എന്നാലും ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെയാണ് കേട്ടോ നിൽക്കണത്. എന്താ വെച്ചാൽ എങ്ങാനും തേങ്ങ വീണിട്ട് ശകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കൈത ചക്കരയാണ് കേട്ടോ. അതിതാ ഇങ്ങനെ ചാക്കിൽ വെച്ച് നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ മുകളിലുള്ള പൊട്ടുവെള്ളരിയാണ് കേട്ടോ. പൊട്ടുവെള്ളരിയുടെ ഇതാ ഇങ്ങനെ പുഷ്പിച്ച് നിൽക്കുന്നുണ്ട്. ഇതിൽ നിന്നാണ് ഇന്നാൾ 2-3 ദിവസം മുമ്പ് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പയറാണ് കേട്ടോ, അത് വള്ളിപ്പയർ അതുപോലെ കയറിയിട്ടുണ്ട്. അതൊക്കെ ആ ഒപ്പം കെട്ടിക്കൊടുത്തിട്ടുള്ള ആ വലയിലാണ് കേട്ടോ കയറി പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമല്ലാണെങ്കിൽ ഒത്തിരി പയർ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ നിന്ന് നോക്കിയാൽ കാണില്ല, കുറച്ചും കൂടി അടുത്തേക്ക് വെച്ചാലേ കാണുള്ളൂ കേട്ടോ. പച്ച കളർ തന്നെയല്ലേ ഇലയുടെ നിറവും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കാണാത്തത് കേട്ടോ. എന്നാലും ഏകദേശമൊക്കെ കാണുമെന്ന് വിചാരിക്കണം. അങ്ങനെ പിന്നെതാ നമ്മളെ പൊട്ടുവെള്ളരിയുടെ ഞാൻ പറഞ്ഞിരുന്നില്ലേ പൂവൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന്. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ചെടിയോട് കൂടിയിട്ട് കാണുന്നത്. നമ്മൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ പൊട്ടുവെള്ളരിയൊക്കെ ആക്കി വെച്ചിട്ടുള്ളത് കാണാം. അപ്പോൾ അതിൻ്റെ പൂവ് കണ്ടപ്പോൾ ഞാനൊരു ഭംഗിയിൽ ഇങ്ങനെ എടുത്തു എന്നുള്ളൂ കേട്ടോ, വീഡിയോയിൽ പകർത്തിയെന്നുള്ളൂ. അപ്പോൾ ഇതാ പിന്നെ ഉള്ളത് കയ്പയാണ് കേട്ടോ. നന്നായി കയ്പ പിന്നെ പടവലം ഒക്കെ ഇങ്ങനെ പടർത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഏകദേശം കുറച്ചൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കൊണ്ടുവന്നു കേട്ടോ. പൊട്ടിച്ചിട്ട് ഇത് കറി വെച്ച് തുടങ്ങും. പക്ഷേ ഞാനത് നമുക്കറിയില്ലല്ലോ, നമ്മളിങ്ങനെ വീഡിയോ എടുക്കാനുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതും കൂടി കാണിക്കുമായിരുന്നു. അതായത് നാടൻ മഞ്ഞളാണ് കേട്ടോ. നമുക്ക് മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാനായിട്ടുള്ള മഞ്ഞളാണ്. സ്ഥലപരിമിതിയുള്ളവർക്കൊക്കെ ഇതുപോലെ ഗ്രോ ബാഗിലും ചട്ടികളിലൊക്കെ വെച്ചാൽ മതി കേട്ടോ. അത്യാവശ്യത്തിന് മഞ്ഞൾ ഇതിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. മുന്നേ ഒരു ഇട്ടിട്ടുണ്ടായിരുന്ന ഷോർട്ട് വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ, ഇഞ്ചി ഗ്രോ ബാഗിൽ വെച്ചിട്ട് നല്ലപോലെ ഒരു ചെറിയ കഷ്ണം വെച്ചിട്ട് അത്രയും ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് വാട്ടർ ടാങ്കിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അതിങ്ങനെ മീൻ വളർത്താൻ വേണ്ടിയിട്ടൊക്കെ നടത്തി അവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ അതിലിപ്പോൾ മണ്ണൊക്കെ നിറച്ച് അതിലാണ് കേട്ടോ കുറേയൊക്കെ ഇങ്ങനെ നട്ടിരിക്കണത്.
ഇതാ ഇതിൻ്റെ ഇടയിലൊരു കയ്പയ്ക്ക കുഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് വീഡിയോ എടുത്തത്. കുറച്ച് ശേഷം കയ്പകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇവരത് പൊട്ടിച്ചു. ഞാനതിങ്ങനെ വരും എടുക്കുന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. ഞാൻ അവിചാരിതമായിട്ടൊന്ന് കയറി ചെന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കിത് കാണുന്നത് എവിടെയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ കയ്പയ്ക്ക. അത്യാവശ്യത്തിന് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ ആയി വരുന്നേ ഉള്ളൂ. കയ്പയും പടവലവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയി വരുന്നുള്ളൂ കേട്ടോ. ഇത് ഒരു ഫ്രിഡ്ജ് ബോക്സാണ് കേട്ടോ. അപ്പോൾ അതിലാണ് ഇതൊക്കെ മീൻ വളർത്തിയോടുന്നതാണ്. ബ്രദർ മീനൊക്കെ അലങ്കാര മത്സ്യങ്ങളൊക്കെ വളർത്തിയോടുന്നു. അപ്പോൾ അപ്പോൾ ഉപയോഗിച്ചോടുന്നതാണ് കേട്ടോ ഈ ബോക്സും പിന്നെ ടാങ്കിൻ്റെ ഒക്കെ. അതായത് ചെറിയ ചെറിയ ഇപ്പോൾ തൈകളൊക്കെ വിത്തൊക്കെ പാകിയിട്ട് മുളച്ച് വരുന്നതൊക്കെയാണ് കേട്ടോ. അതാ മുളകുണ്ട്, നല്ല ഇരുള്ള വെള്ളക്കാന്താരിയാണ് കേട്ടോ. നല്ല ഗുണ്ടുമണിയായിട്ട് തന്നെയുണ്ട് കേട്ടോ. അതിൻ്റെ ഇലകളും ചെടിയൊക്കെ നല്ല ഉഷാറിൽ തന്നെയാണ്. അപ്പോൾ ഇത് വഴുതനകളാണ്. നമ്മൾക്ക് ഇവിടെ ഒരു ഞാവലിൻ്റെ മരം ഉണ്ടായിരുന്നു കേട്ടോ. ഞാവൽ, പൂമരം, മാവ് അങ്ങനെയൊക്കെ. അതൊക്കെ ടെറസിൻ്റെ മുകളിലേക്കായിരുന്നേ. അപ്പോൾ ആകെ തണലായിരുന്നു കേട്ടോ. അട്ടറൊക്കെ വീണ് ആകെ ഞാവലിൻ്റെയും ഒക്കെ അങ്ങനെ വീണിട്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾക്കതൊരു അപകടകരമാവുന്ന വിധത്തിൽ നിന്നപ്പോൾ അത് പ്രാവശ്യം മുറിച്ചതാണ് കേട്ടോ. റോഡ് സൈഡിൽ തന്നെയായിരുന്നു. അപ്പോൾ അതങ്ങനെ മുറിച്ചു. അപ്പോൾ അതിന് ശേഷമാണ് കേട്ടോ അവിടെ ഇത്രയും വെയിലൊക്കെ കൊണ്ടത്. അപ്പോൾ അതിന് മുമ്പ് വേറെയൊക്കെ ആയിരുന്നു. നമ്മളിവിടെ ഓർക്കിഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നാത്തൂൻ്റെ തന്നെയാണ് ഈ ഗാർഡനൊക്കെ, ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ആളുടെ തന്നെയാണ്. അപ്പോൾ ആൾ തന്നെയാണ് ഓർക്കിഡും എല്ലാതും ഓരോ സീസണാകുമ്പോൾ ഓരോ തരത്തിൽ തന്നെയാണ് കേട്ടോ ഇവിടെ മൊത്തം നിറഞ്ഞു നിൽക്കാറ്. മുളകുകളുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അത് പച്ചപ്പിൻ്റെ ഇടയിൽ കാണാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ശ്രദ്ധ പിടിച്ചിട്ട് എടുക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ വഴുതനങ്ങയും അതിൻ്റെ ഇടയിൽ കൂടെ ചീരയും അങ്ങനെ ചെറുതാണെങ്കിലും നമുക്ക് കാണുമ്പോൾ തോന്നും ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും കേട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ. പക്ഷേ വീട്ടിലേക്ക് ആവശ്യത്തിലധികമായിട്ട് ഇതുമൊന്ന് തന്നെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ കോളിഫ്ലവറിൻ്റെയും ഒക്കെ അങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് മറ്റേ കുറ്റിപ്പയറിൻ്റെയൊക്കെയാണ് കേട്ടോ അവിടെ ഉണ്ടായി നിൽക്കുന്നത്. അത് അത്യാവശ്യമായിട്ടുണ്ട് കേട്ടോ. മൂക്കാത്തത് കൊണ്ടാണ് ഒരു വിധം പ്രായമാകുമ്പോൾ പൊട്ടിക്കാന്നുള്ളതിലാണ് കേട്ടോ. അതാ വെണ്ടയൊക്കെ ഇങ്ങനെ ആയി നിൽക്കുന്നുണ്ട്. അത് മൂത്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. മൂത്തിട്ടില്ല എന്ന് വെച്ചാൽ കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇളപ്പന്നയിൽ തന്നെ പൊട്ടിക്കാൻ വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മുടെ തക്കാളികൾ ഇത്രയും ഇതൊക്കെ ചട്ടികളിലാണ് കേട്ടോ നട്ടിരിക്കണത്. ചട്ടികളിൽ നട്ടിട്ട് ഇതിൽ അത്യാവശ്യം കായ്ച്ച് കുലച്ച് കിടക്കുന്നുണ്ട് കേട്ടോ തക്കാളികളൊക്കെ. ഇതേട്ടോ ഞാൻ പറഞ്ഞ പയർ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. നാടൻ പയറാണത്. നല്ല ടേസ്റ്റാണത്, നാടൻ പയർ ഉപ്പേരി വയ്ക്കാനായിട്ട്. പിന്നെ അങ്ങനെ ഇതാണ് ഈ ഭാഗമാണ് നമ്മൾ താഴത്ത് നിന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം എന്നാലും ആകാശത്തിൽ നല്ല വെളിച്ചമുള്ള കാരണം വലിയ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഇത് തന്നെ നല്ല വെളിച്ചം കണ്ടില്ലേ, ക്ലാരിറ്റി ഇല്ലാത്ത പോലെ കണ്ടില്ലേ. അതൊക്കെ നല്ല വെയിലത്താണ് കേട്ടോ പോയിട്ട് ഞാൻ എടുക്കുന്നത്. വന്നിട്ട് അങ്ങനെ എടുക്കണതാണ് കേട്ടോ. അതുകൊണ്ടാണ് വലിയ തെളിച്ചം. ഈ ഇലകളിലൊക്കെ ഭയങ്കരമായിട്ട് സൂര്യപ്രകാശം തട്ടിയിട്ട് ഇങ്ങനെ തിളങ്ങിയിട്ട് നിൽക്കുക. അതുകൊണ്ട് ഒരു ചെറിയൊരു ക്ലാരിറ്റിയുടെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പിന്നെ ചെറിയ ഇപ്പുറത്തും ഇങ്ങനെ ഓരോ സെറ്റായിട്ടാണ് കേട്ടോ. ഇടയിൽ കൂടെ വഴിയൊക്കെ ഇട്ടിട്ട് അപ്പുറപ്പുറമൊക്കെ ആയിട്ടാണ് കേട്ടോ. അതാ നീളം മുളക്. ഇതൊക്കെ ഇങ്ങനെ താഴത്തേക്ക് കാണിച്ചാലേ കാണുള്ളൂ. മുകളിൽ നോക്കുമ്പോൾ ഇലകൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും നമ്മളെ. അത്യാവശ്യത്തിന് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതുപോലൊരു, ഞാൻ പറഞ്ഞില്ലേ മുന്നേ, ഇതൊരു ചെറിയൊരു ടെറസാണ്. ആ ചെറിയ ടെറസിന് തന്നെയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെയുണ്ട് കേട്ടോ ഇഞ്ചി അത് ചട്ടിയിലാണ് കേട്ടോ നട്ടുള്ളത്. പിന്നെ കറിവേപ്പിലുണ്ട്.
കറിവേപ്പില ഇതുപോലെ തന്നെ മുറ്റത്തുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ തന്നെ ഒരു ഇത്തിരി ചെറുതായിട്ട് ഇങ്ങനെ ആയി. ഞാനിതിവിടെ എത്രത്തോളം വാങ്ങിച്ച് അല്ലെങ്കിൽ കൊണ്ട് നട്ടാലും ഒന്നും ആവില്ല കേട്ടോ. പക്ഷെ ഇത് നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. പിന്നെ ഇതാ കണ്ടില്ലേ, അവിടെ ഒരു പോട്ടിലിരിക്കണതേ ഉണ്ടല്ലോ, ചുവന്നുള്ളി. പിന്നെ ഇതാ ഇത് ചീരച്ചേമ്പിൻ്റെയാണ് കേട്ടോ. ചീരച്ചേമ്പാണ് അതിൻ്റെയാണ് കേട്ടോ. പിന്നെ ഉള്ളി നട്ടിട്ട് ഉള്ളിയുടെ ചെടികൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. എന്തായിരുന്നൊന്നുമില്ല, കിട്ടണതൊക്കെ നട്ടിട്ട് വെച്ചിട്ടുണ്ട് ആള്. കിട്ടണതെല്ലാം നട്ട് പാകി വെച്ചിട്ടുണ്ട്. അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. ഇതൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇനി ഇതൊക്കെ വലുതായിട്ട് അതിനേക്കാളും നമ്മൾ മുന്നേ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ കരുത്തോടെ വലുതായി ഇങ്ങനെ വരും. അമരപ്പയറാണ് കേട്ടോ അത്. പിന്നെ മുരിങ്ങയുടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഞാൻ പറഞ്ഞില്ലേ ഉള്ളിച്ചെടി നട്ടിട്ടുണ്ടെന്ന്. ഉള്ളിച്ചെടിയല്ല, ഉള്ളി കൊണ്ട് നട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ചെടിയായിട്ട് വന്നതാണ്. മല്ലിയില, പുതിന, അങ്ങനെ കുറേ. അതിൻ്റെ ഇടയിൽ ചീരയുണ്ട് കേട്ടോ. ചീര, ചുവപ്പ് ചീര ഒക്കെ കുറേയൊക്കെ താഴെ തന്നെയാണ് കേട്ടോ. കുറ്റിക്കുരുമുളകാണ് കേട്ടോ. അതായത് നീലാമ്പരിയാണ്. പിന്നെ ഇതറിയില്ലേ, നമ്മളുടെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ അല്ലേ അത്. നമ്മളുടെ ഇവിടെ സോഡാപ്പുളി എന്നൊക്കെയാണ് പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. താങ്ക് യു.